അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളെ ഇന്നലെ ഒരു വാർത്ത വിട്ടിരുന്നു. അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായിരുന്നു. കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ റിലീഫ് മാറ്റിവെച്ചു. ഒരു കിംവദന്തി അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണമായി കളങ്കാവൽ എന്ന ചിത്രം ഈ മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഏകദേശം ജനുവരി ഫെബ്രുവരിയിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഡിസംബർ നമുക്കറിയാം, ലാലേട്ടൻ ചിത്രം, നിവിൻ പോളി ചിത്രം, അതുപോലെ തന്നെ ബബ്ബബ്ബ എന്ന എല്ലാവരും ദിലീപും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുന്നൊരു ചിത്രം. അതാണെന്ന് തോന്നുന്നു ഇനിയും വരാനുള്ള ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രം. ഇതിനിടയിൽ തിയേറ്ററുകളൊന്നും കിട്ടിയില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. ഒരു ബമ്പർ റിലീഫുണ്ട്, ബിലായി തൂത്ത. തിയേറ്ററുകളെല്ലാം ലോക്കായിരിക്കുന്നു. അതുകൊണ്ട് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന് തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. മറ്റൊരു കാരണം കർമ്മ എന്ന് പറയേണ്ടി വരും. കാരണം OTT അവകാശം വിറ്റുപോകാത്തതുകൊണ്ട് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അത് ഒരു പക്ഷേ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മമ്മൂട്ടിയുടെ ഈ കൊല്ലം ഇറങ്ങിയ 2 ചിത്രങ്ങളും ബഫൂക്കയും ഡൊമിനിക്കും ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം പോസിറ്റീവ് അഭിപ്രായമൊക്കെ നേടി തിയേറ്ററിൽ ഒരു പരാജയ ചിത്രമായി മാറിയ ചിത്രം OTT ഇത്രയും നാളായിട്ട് വിറ്റുമാറിയിട്ടില്ല. മറ്റൊരു ചിത്രമാണ് ബഫൂക്കയും വന്നിട്ടില്ല. OTT എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ ക്രിസ്മസിന് പോലും സ്ക്രീനിൽ ഈ ചിത്രം രണ്ടും വരുത്തില്ല എന്ന് ഉറപ്പാക്കിയിരിക്കുക. കാരണം ഇത് രണ്ടും വിറ്റ് പോയിട്ടില്ല. ഇതിനിടയിലാണ് കളങ്കാവൽ എന്ന ചിത്രം വൻ ഹിറ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ കെയർ ഓഫ് ഈ 2 ചിത്രങ്ങളും കൂടെ OTT വിൽക്കും എന്നുള്ള കിംവദന്തിയൊക്കെ വരുന്നത്. ഇപ്പം അറിയാൻ പറ്റുന്നത് കളങ്കാവൽ എന്ന ചിത്രം പോലും OTTക്ക് വേണ്ട എന്ന് തന്നെ. എന്തൊരു പൊക്കലായിരുന്നടേ. 2 ദിവസമായിട്ട് മമ്മൂട്ടിയുടേതായി അറിയപ്പെടുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ എന്താ പൊക്കിക്കൊണ്ടിരുന്നതെന്നറിയാമോ? കളങ്കാവൽ നേരത്തെ തന്നെ വിറ്റുപോയി എന്നൊക്കെയായിരുന്നു. അത് 14, 20, 30 കോടിയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. അവസാനം ഇപ്പം അറിയുന്നത് കളങ്കാവൽ എന്ന ചിത്രം വിറ്റുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മാറ്റിവെച്ചത് എന്ന് പറയും. പിന്നെ എനിക്ക് തോന്നുന്നു അന്ധവിശ്വാസങ്ങൾ ഏറ്റവും കൂടുതലുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ല. കർമ്മ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് നമ്മുടെ തുടരും എന്ന ചിത്രം ജനുവരിയിലാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. അന്ന് ജനുവരിയിൽ നിന്ന് ഈ ചിത്രം മാറ്റിവെച്ചു, തുടരും എന്ന ചിത്രം. കാരണം OTT വിറ്റുപോയില്ല. വിറ്റുപോകാത്തതല്ല, ഇതിൻ്റെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നുകൊണ്ട് OTT അവകാശം റിലീഫ് ഡേറ്റിന് മുമ്പ് തന്നെ വിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾ ഈ ചിത്രം മാറ്റിവെക്കുന്നു. അന്ന് ചില ചാനലുകളെല്ലാം, ചില യൂട്യൂബ് ചാനലുകളെല്ലാം ആരെ അംഗീകരിക്കുന്നതാണെന്ന് അറിയാമല്ലോ, എന്തൊക്കെയാണ് പറഞ്ഞത്. മോഹൻലാലിൻ്റെ ചിത്രം OTTക്ക് പോലും വേണ്ട, OTTക്ക് പോലും. ഇത് ഇപ്പോഴും പല ചാനലുകളും കിടപ്പുണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മിക്കവാറും നിങ്ങൾക്കറിയാവുന്ന ചാനലുകൾ തന്നെയാണ്. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം OTTക്ക് പോലും വേണ്ട, അതുകൊണ്ട് വിറ്റുപോയില്ല. മോഹൻലാലിനെ ഇപ്പം OTTക്ക് പോലും പോകണ്ട എന്നുള്ള കമൻ്റ് ആയിരുന്നു സ്ഥിരം വന്നുകൊണ്ടിരുന്നത്. അതാണ് കർമ്മ എന്ന് പറയുന്ന സാധനം. തുടരും ഇവിടെ നിൽക്കുന്നു. പിന്നെ ഡൊമിനിക്കും ബഫൂക്കയും ഇപ്പം കളങ്കാവലും ഇവിടെ ചെന്നിരിക്കുന്നു. അതാണ് നമ്മൾ സത്യമായിട്ട് പറയുന്നത്. കർമ്മ എന്നുള്ള സംഗതി ഇവിടെ കൃത്യമായിട്ട് വന്നു. ഇതിന് നമ്മുടെ അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ അതിന് താഴെ വന്ന് കമന്റ്, നിനക്കൊന്നും യാതൊരു ജോലിയില്ലടി എന്ന് പറയും. അല്ലെങ്കിൽ ഈ OTT അവകാശം വിറ്റുപോയേക്കുന്നത് കോടിക്കണക്കിന് രൂപ വായിക്കാമെന്നുള്ള കിംവദന്തിയൊക്കെ ആയിട്ട്. ഒന്നുമില്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് എങ്ങനെ കൊടുക്കടേ? അതിന് പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പൊക്കവും വെച്ചുകൊണ്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, മമ്മൂട്ടി എന്ന നടനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. മികച്ച നടനാണ്, അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വേട്ടാവളിയന്മാർ കിടക്കുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തിയേറ്ററിൽ പോയി പടം കാണത്തില്ല.
എന്നിട്ട് മമ്മൂട്ടിയെ എന്തോ പറഞ്ഞങ്ങ് പൊക്കുകയാണ്. എന്താണ് ഇവർ ഉദ്ദേശമെന്നറിയില്ല. തിയേറ്ററിൽ പോയി പടം കാണത്തില്ല എന്ന് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ അമരം എന്ന ചിത്രം പോലും ലക്ഷങ്ങൾ പോലും വിൽക്കാത്ത അവസ്ഥ ഉണ്ടാകത്തില്ല. ആദ്യ ദിവസം പോലും റിലീഫ് സമയത്ത് ആളില്ലാതെ 10 പേര് പോലും തയ്ക്കാതെ റിലീഫ് ചെയ്യാതിരുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല. ഇതൊക്കെ തന്നെയാണ്. അതുപോലെ ഡൊമിനിക് എന്ന ചിത്രം പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ അത് 20 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത് എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് ഇപ്പോഴത്തെ 20 കോടി അറിയാമല്ലോ. ആദ്യ ദിവസം തന്നെ 20ഉം 30 കോടി നേടുന്ന സമയത്താണ് ഒരു ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടി. പോസിറ്റീവ് കിട്ടിയ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കമൻ്റ് ഇടുന്നവരാരും തന്നെ തിയേറ്ററിൽ പോയി പടം കാണുന്നില്ല. ചുമ്മാ വന്നിരുന്ന കമൻ്റ് അങ്ങ് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു കാരണം, ഈ അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രചാരമുള്ളതാണ് ഈ സിനിമാ വേദി എന്ന് പറയുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് 2025 എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് നിരാശ നടന്ന വാർത്തയായിരുന്നു. കാരണം ഡൊമിനിക്കായാലും ബഫൂക്കയായാലും വിറ്റുപോയില്ല. അദ്ദേഹത്തിൻ്റെ റിലീഫിങ് ചിത്രങ്ങളൊന്നും വേണ്ട വിധം ഓടിയില്ല. എല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടി. അങ്ങനെ 2025 സംബന്ധിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു കൊല്ലമാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പം 2025 ഇനിയും പടം ഇറക്കണ്ട എന്ന് അവർ വിചാരിച്ചാലും 2026 ആകട്ടെ എന്ന് കാത്തിരുന്നാലും ഏതായാലും 2026 ജനുവരിയിൽ ഇറങ്ങാനുള്ള സാധ്യതയില്ല. ഡിസംബറിൽ നമ്മൾ പറഞ്ഞു ഒത്തിരി ചിത്രങ്ങൾ, നിവിൻ പോളി, മോഹൻലാൽ, ദിലീപ് എന്ന് വേണ്ട എല്ലാവരും നിറഞ്ഞാടാൻ വേണ്ടി ഇരിക്കുകയാണ്. ഡിസംബർ ഏകദേശം എല്ലാ തിയേറ്ററും ലോക്കായിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജനുവരി നമുക്കറിയാം ജനനായകൻ എന്ന വിജയുടെ ചിത്രം വരുന്നു. അപ്പോഴും അവിടെയും രക്ഷയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തേക്കൊക്കെ നോക്കേണ്ട വരത്തുള്ളൂ. കാരണം മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ദൃശ്യം ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വലിയ ഹൈപ്പോടെ വരും. ഏതായാലും ചിത്രത്തെ സംബന്ധിച്ച് മാറ്റിവെച്ചത് പ്രേക്ഷകരുടെ നല്ല പ്രതികരണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു. അത് പെട്ടെന്ന് മാറ്റിവെക്കുന്നു. വിദേശ രാജ്യങ്ങളിലെല്ലാം ബുക്കിംഗ് തുടങ്ങി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് 6 ലക്ഷം രൂപ വരെ പ്രീഫെയിലൂടെ നേടിയ ചിത്രമാണ്. പെട്ടെന്ന് മാറ്റിവെക്കുന്നു, അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു. എന്നാണെന്നറിയില്ല. ആ അവസ്ഥ തന്നെ വളരെ നിരാശ നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഈ വാർത്ത പുറത്തു വിട്ടപ്പം ചിലരെങ്കിലും ഇവൻ തള്ളു പറയുകയാണ്, മമ്മൂട്ടിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞവരുടെ ശ്രദ്ധയ്ക്ക് ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.